അങ്ങനെ അബ്സീനിയയിൽ നിന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ച് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ച് വന്നതിനു ശേഷം മാതാവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടെ പോകുന്നു. ഈമാനികമായിട്ടുള്ള ആവേശം വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ധൈര്യത്തിലാണ് വീട്ടിലേക്ക് അങ്ങ് പോയി. അത് മാത്രമല്ല, ഉമ്മയോട് നല്ല സ്നേഹമുണ്ട്. ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിച്ച് ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഉമ്മയോട് അവിടെ പോകുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണല്ലോ, ഉമ്മമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളത്. അവിടെ ചെന്ന് ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞാൻ വരില്ല. എൻ്റെ ഈ ഒരു ദൈവങ്ങളെയൊന്നും വിട്ട്, ഈ ഒരു ആചാരങ്ങളൊന്നും വിട്ട് ഞാൻ വരില്ല നിന്റെ മതത്തിലേക്ക്. മാത്രമല്ല, നിന്നെ ഞാൻ ഇനിയും വീട്ടു തടങ്കലിൽ വെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടു തടങ്കലിൽ എന്നെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ചിലപ്പോൾ എനിക്ക് വധിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ തിന്മക്ക് വേണ്ടിയിട്ടാണ് എന്നെ നിർബന്ധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ എനിക്ക് വധിക്കേണ്ടി വരും എന്ന് മിസ്അബ് ബിൻ ഉമൈർ വളരെ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഓക്കെ, എന്നാ നീ പുറത്തേക്ക് പോയിക്കോളൂ. നീ ഇനി എൻ്റെ മകനല്ല, നിനക്ക് ഇങ്ങനെ ഒരു ഉമ്മയില്ല എന്ന് പറഞ്ഞ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്താക്കുകയാണ്. സമ്പത്തിൽ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ ഒന്നുമില്ലാത്തവനായിട്ട് പുറത്തിറങ്ങി പോവാണ്. ഇത് പ്രവാചകൻ അറിയുന്നുണ്ട്. പ്രവാചകൻ എന്നാൽ ആ ഒരു അവസരത്തിൽ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ മദീനയിൽ നിന്ന്, യസ്രിബിൽ നിന്ന് അഖബ ഉടമ്പടി പ്രകാരം പ്രവാചകനുമായിട്ട് കരാറിലെത്തിയ ഒരു 12 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സംഘത്തിന്റെ നേതാവാക്കിക്കൊണ്ട് യസ്രിബിലുള്ള, മദീനയിലുള്ള മുസ്ലിങ്ങളെ ദീൻ പഠിപ്പിക്കുവാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി ഇസ്ലാമിന്റെ അംബാസഡറായിട്ട് അവിടേക്ക് പറഞ്ഞയക്കുകയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. കേവലം 12 ആളുകൾ മാത്രം, നമ്മൾ ശരിക്കും ആലോചിക്കണം, കേവലം 12 ആളുകൾ മാത്രം ഉണ്ടായിരുന്ന മദീനയിലെ മുസ്ലിങ്ങളെ അടുത്ത പ്രാവശ്യം അവര് ഹജ്ജിന് വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത്, ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അവര് ചെല്ലുന്ന സമയത്ത് അവര് മിസ്അബ് ബിൻ ഉമൈർ നയിക്കുന്ന മദീനക്കാരുടെ ആ സംഘത്തിൽ 70 ആളുകൾ ഉണ്ടായിരുന്നു. 70 അടിയുറച്ച വിശ്വാസികൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നമ്മളൊന്ന് ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. പഠിച്ചവൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.